അതറിയില്ലേ? ഇല്ല. ഇവരിപ്പൊ മണി ടോഫാ കഴിക്കണത്. ബ്രോനെ കഴിച്ചോ? എന്നെ കഴിച്ച നമ്മള് പുറത്ത് കണ്ടായിരുന്നേ. ലൈവ് ഒക്കെ കാണുന്ന ആളാ ടിവിന്റെ. ആ, നമ്മളൊരു ഹൂജി ഫാനാണേ. ഞാൻ ഷെയ്ക്കിന്റെ ഡ്രസ് ഒന്നിട്ട് സെറ്റ് ആക്കാൻ പോയായിരുന്നു, പിന്നെ ഓർത്ത് വേണ്ട, ആ വാണക്കണ്ണുകൾ ഇട്ടിട്ടും കാര്യമില്ല. എന്റെ പേരെന്താന്നറിയോ? അവന്റെ പേരെന്താ? ഇട്ടാച്ചിയാ? MRC അപ്പാപ്പൻ. അയ്യേ. ആ, ഒരു മിനിറ്റ് ബ്രോ, ഒരു മിനിറ്റ് നമുക്ക് സെൽഫി എടുത്താലോ? ആ, എന്നിട്ട് TV കഴിച്ചു കൊടുക്കട്ടെ. നമുക്കാരെയും പേടിയില്ല. കണ്ടായിന്ന് മുട്ട നിക്കണത്. ഡാടാ ഡേ. കണ്ടില്ല. എന്തിനാ ബ്രോ ഇവിടുന്ന് പോ. എന്തിനാ ബ്രോനെ പിന്നീട്ട് അമ്മ അറിയണത്? ബ്രോ ഏ, സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യം ചോദിച്ചോട്ടെ? ആ, നിങ്ങൾ MRC മാർക്കില്ലേ? ആ. ഞാൻ വേണ്ട, പുറത്തെ കാര്യമാണത്, പറയാൻ കൂടിയില്ല. ചോദിച്ചോ. നിങ്ങൾക്ക് ശരിക്കും ബുദ്ധി, മീൻസ് നിങ്ങളുടെ ലീഡർ ആരാ? അതിപ്പോ ഇപ്പോ കറന്റ് നമ്മുടെ റാംബു ചേട്ടനാണ്. ആ, പക്ഷ- എന്താ ഓ, ചിരിക്കണ എന്തിനാ ബ്രോ? ഒന്നുമില്ല. നമുക്ക് സസ്പെൻഷൻ അല്ലോ. ആ, നിങ്ങൾക്ക് സസ്പെൻഷൻ ആണോ? ആ, അപ്പൊ പറയാലോ ബ്രോ, വേറെ കൊണ്ടല്ലേ ബ്രോ. ഈ നിങ്ങൾ ഈ TVനെയും KVനെയൊക്കെ വെല്ലുവിളിക്കുമ്പോ ഒരു കാലാല് എന്ത് എന്തായാലും അവർ അവർക്കിത് ഒരു ഹരമാണ്, നിങ്ങൾക്കിത് പാഠമായിരിക്കും, മനസ്സിലായ? അവർക്കിത് ഇതെല്ലാം കഴിഞ്ഞ് നിക്കണവരാ. നിങ്ങൾ ആദ്യം ഒന്ന് സെറ്റ് ആകുക, എന്നിട്ടല്ലേ അടിക്കാൻ. ബ്രോ, നമ്മളെ നമ്മുടെ പയ്യന്മാരെ പറ്റി അറിയാത്തോണ്ടാ, മനസ്സിലായോ? ഞാൻ ഒറ്റ കാര്യം ചോട്ടെ, നിങ്ങൾ ആ, തല്ലരുത് തന്നെ. ആ, ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ സൈസോണാ. ഇല്ല, നിന്നെ എപ്പോഴേ തല്ലിയ ഞാൻ പറഞ്ഞപ്പോഴേ. അത് സേഫ് ആണ് കേട്ടോ. നിങ്ങൾക്ക് നാണമില്ലേ വെറുതെ TVനെ അടിക്കണം നിങ്ങളൊക്കെ? ഞാൻ നിങ്ങൾ തല്ലിയാലും കുഴപ്പമില്ല. നിന്നെ തല്ലാൻ പറ്റാത്തോണ്ട് നിന്നെ നാളെ എടുത്തോളാം. നാളെ പേരെന്താ നിന്റെ? ഒലിവർ ലാൻസ്. നിന്നെ നാളെ എടുത്തോളാം. ആദ്യം തിരിച്ചടിയൊക്കെ ബ്രോ കണ്ടോ? വൺ ഡേ ആണോ ബ്രോ? വൺ ഡേ ഒരു ഞാനും ചേട്ടനെ പോലെ വളരും വലുതാകും, ചേട്ടനെ പോലെ. ബ്രോ, എനിക്ക് ആ പഠിച്ച ഓർമ്മ വന്നത്. നമ്മള് വന്ന് 3 മാസമായില്ലു ബ്രോ. നമ്മള് പെട്ടെന്ന് എന്നിട്ട് നിങ്ങൾ നമ്മള് അവിടെയാണ് പഠിക്കണം. പെട്ടെന്ന് നമ്മള് സെറ്റാവും. ഉം. നമുക്ക് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഉം. സിമ്പിൾ ആയിട്ടാ തോന്നുന്നു മോ- ഇവിടുത്തെ എല്ലാ. നിങ്ങൾ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള കേൾക്കണ അടി, TVനെ ഒന്നും അടിക്കല്ലേ ബ്രോ. അവന്മാർക്ക് ഇതൊക്കെ വേറെ ഇതാണ്, നിങ്ങളെയൊക്കെ വേറൊക്കെ എടുത്തിട്ട് ഇടിക്കും. ബ്രോ എന്നിട്ട് എന്നോട് ഇറ്റാച്ചി എന്നുള്ള പറഞ്ഞ പേര്. ഞാൻ വെറുതെ ഇങ്ങനെ കള്ളപ്പേര് പറഞ്ഞു ബ്രോ. TVയിലൊരു ഇറ്റാച്ചി ഉണ്ട് കേട്ടാ, പുള്ളി അറകായക്കണ്ട. അവനെയൊക്കെ നമുക്കറിയാം ബ്രോ. ബ്രോ, ഞാൻ ഒരു കാര്യം പറയാം. വണ്ടേ നമ്മള് കൊടുക്കും, മനസ്സിലായില്ലേ? സസ്പെൻഷനൊക്കെ കൈന്നോട്ടൊന്നും. ഒന്നും നടക്കില്ല ബ്രോ. ഞാനേ ഞാൻ ഓസി കാര്യം പറയട്ടെ. ആ, പറ. ഞാനേ ലോക്ക്ഡൌൺ തൊട്ട് കാണാൻ തുടങ്ങിയത് ഇത് ഇവരുടെ TVന്റെ ഇത്. ആ, അവര് നശിപ്പിക്കും, പിന്നെ നമുക്ക് ചിരിക്കാൻ അവസരം ഉണ്ടാക്കരുത്, ഉള്ള കാര്യം പറയാലോ. വെറുതെ എന്തിനാ ബ്രോ? ബ്രോ, ഇതൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാം. അത്രേ ഉള്ളു. അടിച്ചോണ്ട് സംസാരിച്ചാൽ മതി. ഇതൊക്കെ നിങ്ങൾ നല്ല ഗ്യാങ് അല്ലെന്ന് ഞാൻ ഓര് പറഞ്ഞ. വീറാണ് എന്നിട്ട് എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല. അടിപൊളിയായിട്ട് നിങ്ങൾ തുടക്കം തന്നെ TVനെ അടിച്ചിട്ട് വേണോ നിങ്ങൾക്ക് ജയിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിപ്പോയത്. ഇത് ഞാൻ തന്നെ. ഞാൻ കളിച്ചു വന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവര് ഞാനാന്ന് അറിയാവോ? ഇവര് ഇതുപോലെ മറിച്ചിട്ട് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു MRC പോലെ അല്ലേ തുടക്കത്തില്. ഇതാ. അടിപൊളിയാവര് PG. അയ്യോ, കണ്ണാപ്പിയുടെ അടുത്തൊക്കെ കിട്ടിക്കുന്നില്ലേ അവരാധിക്കും. കണ്ണാപ്പിന്ന് അറിയാത്തോണ്ടാ, എന്റെ പൊന്നു. അവരാധിച്ചു കൊല്ലുവ. കണ്ണാപ്പിയൊക്കെ സീൻ തന്നെയല്ലേ? അവന്റെ അടുത്തൊന്നും മിണ്ടിക്കാൻ പറ്റുമല്ല, അവരാധിച്ചു കൊന്നു. അവർക്കൊന്നും ബോധമില്ല. ഞാൻ ചോട്ടെ ആ, ബ്രോക്ക് ഈ വണ്ടി വന്നിട്ട് എത്ര രൂപ വണ്ടിക്ക്? ഇത് 40 കോടി. പൈസ നമുക്ക് ബ്രോ വിഷയമല്ലോ.
ബ്രോണ് എന്റെ പോലത്തെ ഡ്രസ് ഇട്ടുണ്ടോ? ആ, ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാ. ഈ ഡ്രസ്സും ഹെൽമെറ്റ് ഇട്ടിടുന്നതില്ലേ ആ. എല്ലാം ചോദിക്കും ഫാമിലി ആണെന്നൊക്കെ ചോദിക്കും. അതാണ് സിറ്റിസൺസിന് പേടിയായത്, മനസ്സിലായ? ഇടട്ടാ. ആ ഫാമിലി ആണ്. ഇതിട്ടുണ്ടോ? സെറ്റാണ്. അല്ലേ വേണ്ട, എനിക്കിത് മതിയല്ലോ. എന്നെ ഇങ്ങനെ കണ്ടാൽ തന്നെ ആൾക്കാർ തിരിച്ചറിയും. പിന്നെ അപ്പാപ്പൻ താടിയൊക്കെ ഉണ്ടല്ലോ. ഓണൊക്കെ അടിക്കണ്ടോ കേട്ടാ. ബ്രോ ഗണ്ണുണ്ടോ? നമുക്ക് സേഫ് സോൺ ആണല്ലേ. എന്താ ബ്രോ? എന്താണ്? നമ്മള് തട്ടിട്ട് എന്തിനാ ബ്രോ? ഓ തട്ടുക വണ്ടിയല്ലേ ബ്രോ? തട്ടിയതൊക്കെ ഇരിക്കൂലേ ബ്രോ? അത് വിചാരിച്ച എന്താ വെച്ചാ നമ്മളൊന്നും തട്ടി വണ്ടിയാകുമ്പോ തട്ടി മുട്ടി എന്നൊക്കെ ഇരിക്കും. വണ്ടിയാകുമ്പോ തട്ടി ബ്രോ ഫാമിലി ആണോ? അല്ല സിറ്റിസൺ. എന്നിട്ടാണോ നിനക്ക് അഹങ്കാരം? ഇത് ഗ്യാങ്ങിലെ ടീമിലെ ഇതൊക്കെ. ഓ സോറി. എന്താ ബ്രോ തട്ടണേ? സിറ്റിസൺസ് വല്ലണ്ട് എത്തരാ? ഓടാ ബ്രോ. കണ്ണ് ഓടിക്കോട്ടോ. അറിയും. കണ്ണിന് മുമ്പിൽ നമ്മ പേടിക്കാറില്ല. സസ്പെൻഷൻ ആണ്. ഞാൻ അവിടെ കൊണ്ട് നിർത്തി ബൈക്ക് എടുക്കണേ. ഓക്കെ തിരിച്ചു. ബൈക്ക് ഞാൻ കടലിൽ എറിയോ? എടുത്തെടുത്തോ. തിരിച്ചു. ബൈക്ക് ഞാൻ കടലിൽ എറിയോ? എടുത്തെടുത്തോ. മാറി. പഠിച്ചോ ഹെഡ് മാസ്റ്റർ. കുറച്ചും കൂടി അടിച്ച് വന്നിരുന്നത് കൊണ്ടാണങ്ങ. അവൻ ഏതാ റെഡ് ഉടുപ്പിട്ട് എന്താ റെഡ് മാസ്റ്റർ? ഓ നിങ്ങൾ സസ്പെൻഷൻ അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ പേരും തന്നെ ഷോറൊക്കെ ആയി. ബ്രോ ഇന്നോടത്തും പറ്റിച്ചു ബ്രോ. ഇവിടെ ഒരു കഴിവറിയണം. പേരെന്താ? പേരറിയില്ല. അവനെ എനിക്ക് അടിക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ ഒരു പിസ്റ്റൽ മേടിച്ച് ട്രക്ക് ജോബ് പോയതാ. അപ്പൊ അവൻ അടിക്കണോണ്ട് ഞാൻ ചോദിച്ചു പിസ്റ്റൽ വരുമോന്ന്. അപ്പൊ അവൻ പറഞ്ഞ് ഇതിന് 1C ആണെന്ന്. എന്നിട്ട് ട്രക്ക് ജോബിൽ പണിയെടുത്ത പൈസ അവന് കൊടുത്തു. ആ പൈസ അവൻ അമ്മുണിഷൻ നോക്കിയപ്പോ 50 ലക്ഷം. കഴിവേറിയിടമോ? എന്താ ബ്രോ ചൂടടിക്കല്ലേ ബ്രോ? കേൾസൊക്കെ അല്ലേ? കുട്ടി ഹലോ, നമ്മളെ പേര് ഹെലൻ. ഈ കേട്ട സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പാപ്പനാ? ഏതപ്പാപ്പൻ? ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ഒലിവർ ലാൻസ്. മാസ്ക് ഒക്കെ വെച്ച് നടക്കുന്നേ? ഈ വണ്ടി ബീച്ചല്ലേ കുട്ടി, മണ്ണ് തെറിച്ച് വായ്പ ബാധിക്കാനാ കാറ്റടിച്ചിട്ട്. അപ്പൊ സൂക്ഷിച്ച് ഓടിച്ചാ പോരെ? കണ്ണീക്കേടുണ്ട്. ഇത് മറ്റേ ഇതല്ലേ, മറ്റേ വെള്ളത്തിലൊക്കെ നീന്തുമ്പോള്ള? അല്ലല്ല, തിമിരത്തിന്റെ ഓപ്പറേഷൻ എങ്ങനെ ഇരിക്കും? കണ്ണീക്കേടുണ്ടേ. അപ്പൊ പൊടിയടിക്കാൻ പറ്റത്തില്ല. അതാ ഇതിട്ടിരിക്കണേ. മക്കളുടെ പേരെന്താ? എന്റെ പേര് ഹെലൻ. എന്ത് ചെയ്യുന്നു? ഉടുപ്പ് മേടിക്കാൻ പോലും ഡ്രസ് കാശില്ല കയ്യില്. നമ്മളെ ഇത്തിരി ഇതാ. ഞാനിവിടെ തന്നെയാ ജീവിക്കുന്നത്. നീ പൈസ തരുമോ? കുട്ടി സിംഗിളാണോ? അല്ലല്ല, കമ്മിറ്റഡ്. നമ്മളെ പോലത്തുള്ള പയ്യന്മാരെ കിട്ടിയില്ലല്ലോ. അത് തന്നെ വേണം. അപ്പാപ്പനൊരു പെണ്ണ് തേച്ചല്ലേ? ആ പറച്ചിലുണ്ട്. നമ്മളൊക്കെ മൊറട്ട് സിംഗിളാ. അതാ നല്ലത്. ഇവന്മാർക്കൊക്കെ എന്തിനാ പെണ്ണ് കിട്ടാത്തോണ്ടല്ലേ? അതെ. ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ പെണ്ണായിട്ട്. കപ്പിൾസ് ആർപ്പി ഉണ്ട്. കുറച്ച് കഴിയുമ്പോ കപ്പിൾസ് ആർപ്പി.
തുപ്പാൻ തോന്നും. മാങ്ങാത്തൂര് ഞാൻ ഒരു ദിവസം ഒളിഞ്ഞ് കിട്ടുക കേട്ടാ, ഒരു ദിവസം ഒളിഞ്ഞ് ഈ മലയുടെ പൊക്കത്ത്. ആരുടെയെന്നറിയില്ല, രണ്ടാമന്മാര് കിടന്ന് അയ്യോ എന്തൊക്കെ കാണണം. എന്താ വിളിച്ച, എന്താ പേരെന്താ? പേരല്ല, പേരൊന്നല്ല വിളിച്ചത്. എന്താ കേട്ടതറിയാവാ? ഈ സിറ്റിയില് നീയാണ് എന്റെ എല്ലാം, ഈക്ക ഞാൻ വിടൂല, ഈക്ക ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നീയാണ് എന്റെ ജീവിതം, അങ്ങനെയൊക്കെ. എനിക്കാണെങ്കിൽ തുപ്പി എറിയാൻ പെണ്ണ് ആമ്പിള്ളയുടെ വില വളയാ. ഉൾമാര് ഓസിയാണ് ജീവിക്കണത് ആമ്പിള്ളേരെയൊക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെല്ലാ പെണ്ണില്ലാത്തവന്മാരും പറയണേ, ഞാനും പറയണ. നിനക്കിപ്പൊ പെണ്ണായി കഴിഞ്ഞാൽ നീയും മലയെ പോയി ചുട്ടുമണി ഇല്ല ഞാൻ മാരിത്തരാം എന്നല്ലേ നീ പറയത്തുള്ളൂ. പിന്നെന്തിനാ നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടായിട്ട്? അല്ല ഗേൾഫ്രണ്ട് വേണം മീൻസ് നമ്മൾ ഈ ആമ്പിള്ളേര് എപ്പോഴും പെമ്മയുടെ പുറകെ നടക്കാതല്ലോ. അതിനൊക്കെ ടൈമുണ്ട്. ആ ടൈമില് മീൻസ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറയും, പക്ഷേ ഗേൾഫ്രണ്ട് ആയി കഴിയുമ്പോ നമുക്കൊരു കുട്ടി സ്വഭാവമൊക്കെ നമുക്ക് പുറത്തോട്ട് വരും. ബ്രോയ്ക്ക് ഉണ്ടായിരുന്നാ? ഇല്ല, അതെ, ഇത് ഞാൻ അറിഞ്ഞൊരു പുള്ളി ഡോക്ടർ പറഞ്ഞതാ. എനിക്കുണ്ട് ഈ പെമ്പിള്ളേരെ കാണുമ്പോ അങ്ങോട്ട് ഈഗോയെ. എത്ര പേരാ ഇപ്പടിയാ? നിനക്കത് ഈഗോ അടിക്കുന്നില്ല അവരൊക്കെ? പക്ഷെ നമുക്കൊന്നും അനുഭവം ഇല്ല ബ്രോ, അതാണ്. നമുക്കൊന്നും എക്സ്പീരിയൻസ് ആയിട്ടില്ലല്ലോ മോളെ. എനിക്ക് കുറച്ച് പ്രായമുണ്ട്, അത് അങ്ങനെ. അന്നനോട്